ആലപ്പുഴയിൽ മോഷണം വ്യാപകം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ മോഷണം നടന്നു. അതേസമയം കരുവാറ്റായിൽ പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന കള്ളനെ ഹരിപ്പാട് പോലീസ് പിടികൂടുകയും ചെയ്തു. ദേശീയപാതയോരത്തുള്ള വയലാർ കവലയിലെ രവിമന്ദിരത്തിലായിരുന്നു മോഷണം. ആൾതാമസമില്ലാതെ വീടിന്റെ ജനൽ തകർത്താണ് കള്ളന്മാർ അകത്തു കടന്നത്. അലമാരയും ഷെൽഫുമെല്ലാം കുത്തിത്തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിട്ടുണ്ട്. CCTV ക്യാമറകളും നശിപ്പിച്ചു. കായംകുളം ചിറക്കടവിൽ അബ്ദുൽ ഗഫാർ സേറ്റിന്റെ വീട്ടിലും കള്ളൻ കയറി. 83,000 രൂപയും 2 ലക്ഷത്തോളം രൂപയുടെ വീട്ടുപകരണങ്ങളും കട്ടുകൊണ്ടുപോയി. ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് പോയ കുടുംബം തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഡോറുകളെല്ലാം വെട്ടിപ്പൊളിച്ചിരിക്കുന്നു. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ്, വാഷ് ബേസിൻ, ഗ്യാസ് സിലിണ്ടർ, വീട്ടിലെ മറ്റു ഉപകരണങ്ങളെല്ലാം മോഷണം പോയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അല്പം സാമ്പത്തിക കാശും ഉണ്ടായിരുന്നു. കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത് പ്ലംബറെ വിളിച്ച് ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങണം. ഉള്ള ക്ലോസറ്റ് മാത്രം എംറ്റി, ബാക്കി എല്ലാം എംറ്റി ആയിട്ട് ഇട്ടേച്ച് അടിച്ചോണ്ട് പോയി. പട്ടാപ്പകൽ ആൾതാമസമുള്ള വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കള്ളനെ ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവാറ്റ സ്വദേശിയായ ഗോപനാണ് പിടിയിലായത്. അയൽവാസിയായ വീട്ടമ്മ വീട്ടിനുള്ളിലെ മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന 4 പവൻ മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് ഗോപൻ മോഷ്ടിച്ചത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.